നിങ്ങൾ എത്ര വർഷമായിരുന്നു പ്രണയിച്ചത്? പ്രണയിച്ചോണ്ടേ. ഓ, അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്ന ഉത്തരം കറക്റ്റ് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കൂട്ടത്തില് റൊമാൻറ്റിക് ആരാണ്? ഞാനും എന്താ പറയാ ഇവളായിട്ടാ തോന്നി. ഇവളെ എഴുതി സാധാരണ എന്നെ ഇടക്കിടക്ക് പഠിപ്പിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. കുറച്ച് റൊമാൻറ്റിക് ടിപ്സ്. ഒരു ഏട്ടന് അനിയന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തെറ്റാണോ ചോദിച്ചത്? നീ ഇഷ്ടം പോലെ പഠിപ്പിച്ചതിനെന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കില്ല. നമുക്ക് തന്നെ മതിയാൻ പറ്റും. ഒരു പാട്ട് അറിയില്ല, ഒരു ഡാൻസ് അറിയില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിയ പിന്നെ ഡാൻസ് ഇവൻ കളിക്കും. ആ ഡാൻസ് അതിനെക്കാളും നന്നായിട്ട് എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് ഗസ്റ്റായിട്ട് പോകാൻ പറ്റും. ഒരു ചെറിയ കുട്ടികൾക്ക് എന്തൊരു ക്ലാസ് എടുക്കും, അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പക്ഷെ ഇവൻ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ കോളേജിലേ പോയിട്ടില്ലല്ലോ. അംഗനവാടി പോയത്. അയ്യോ, അത് നല്ല കാര്യല്ലേ? അതെ അതെ, അത് അമൃതപ്പൊടി മേടിക്കാൻ പോയതാ. ഭയങ്കര സ്നേഹമുള്ള വൈഫ്. ടീച്ചർ കാണുന്നുണ്ടോ? ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ. ആദ്യമായിട്ട് നിങ്ങളുടെ ഭാര്യമാര് ഉണ്ടാക്കി തന്ന ഒരു ഫുഡ്. ഇവനെളുപ്പാണ്. അന്ന് ഇന്നും ആകെ ആക്കാനറിയുന്ന സാധനമേ ഇതിന്റെ ഇംഗ്ലീഷ് എന്താ പറയാൻ നമുക്ക് അറിയില്ലേ. ഇംഗ്ലീഷോ? അത്രക്ക് വലിയ സാധനം ആകെ വീട്ടുകാരിലുള്ള ആക്കില്ല. അതിന് ഇംഗ്ലീഷ് വേണ്ട. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? ഉപ്മാവ്. കറിവേപ്പിലിട്ട് ഉപ്മാവ്, കറിവേപ്പില കടുക് കൂട്ടിയ ഉപ്മാവ്. അല്ല, ഇടക്കിടക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിലിട്ട് ഉപ്മാവ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തിരിച്ചു ചോദിക്കാം, ഭാര്യമാരോട് ചോദിക്കാം. തെറ്റിച്ചാൽ കോപ്പിടിക്കില്ലേ. ആദ്യമായിട്ട് ഭാര്യമാർക്ക് കൊടുത്ത ഗിഫ്റ്റ് വാച്ച്. ആ കഥ എന്ന് പറയൂ. അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതെ, ഇടക്കിടക്ക് കൊടുക്കലില്ല. ആദ്യമായിട്ടും അവസാനമായിട്ടും ആകൊന്നും കൊടുത്തിട്ടുള്ളൂ. ചാത്താലും അത് മറന്നില്ല. വാച്ച് ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് വാച്ച്. ഇവിടെ ഫസ്റ്റ് ഗിഫ്റ്റ് റെഡ് കളർ വാച്ച്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു റെഡ് കളർ വാച്ച്. ഇവിടുത്തെ കളർ എന്തായിരുന്നു? എനിക്ക് സംതിങ് ഫിഷ്. ഇപ്പം നമ്മൾ പ്രേമിക്കുന്ന സമയത്തിൽ ആളെ ഇരിക്കൂല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആരുടെ കാര്യത്തിൽ അങ്ങനെ ഇരിക്കൂല എന്ന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഒന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. സ്വഭാവം ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല. പെട്ടെന്ന് സങ്കടം വരും. ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ചെറിയ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പാട് കണ്ണ് അറിയില്ല. അങ്ങനത്തെ അതിന് കുറേ പ്രാവശ്യം ഞാൻ സൗണ്ട് ആക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ദേഷ്യം വന്നിട്ട് ഫീലാക്കി വെച്ചിട്ട് ഓരോരോ താളങ്ങൾ നെഞ്ചിൻ്റെയിണങ്ങൾ കാലത്തിൽ ലാവലയായി തീരത്തിൻ ഓരത്തായി മായാതെ ചേലാലേ ലോലമ പൊന്നലയായി. ആദ്യമൊന്നും നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു, നമുക്ക് ചാനലുള്ളത് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് അല്ലേ. ലോകം അംഗീകരിച്ചാലും നമ്മുടെ നാട് അംഗീകരിക്കാൻ ഒരുപാട് സമയം എടുക്കും. അതെ, ആ സമയം നമ്മളെ അംഗീകരിച്ചിട്ട് നമ്മളെ തൊട്ട് മുമ്പ് നമ്മളെ ചെറിയൊരു പൊന്നാടയിൽ അണിയിച്ചിട്ട് ഞാനുണ്ടായില്ല. ഒന്നും ഒരു ഭാഗ്യം ഉണ്ടാവില്ല. ഒരുപാട് കളിയാക്കല് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒന്നും മൈൻഡാക്കാണ്ട് തുടങ്ങിയോണ്ട് ഇപ്പൊ ആ കളിയാക്കിയ ആൾക്കാർക്കെല്ലാം ചാനലും വീഡിയോയും റീലും എല്ലാം അവർ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് എനിക്ക് നേരിട്ട് അറിയുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നില്ല പേര്. അത് കേൾക്കുന്ന എനിക്ക് മനസ്സിലാവും, എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ഒരു നമുക്ക് എല്ലാത്തിനും ഒരു നോർമൽ വേറെ എന്തെങ്കിലും ഒരു തൊഴിലിപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം പിന്നെ ഇത് മാത്രമല്ലേ ഉള്ളൂ പരിപാടി എന്ന് വിചാരിച്ച് നടക്കുന്നവർ നമ്മൾ ഈ ജോലിന്റെ സമയത്ത് നമ്മളെ കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഇതൊരു ജോലി തന്നെയാണ്. ഇതൊരു ജോലി എല്ലാം ഒന്നും തോന്നരുത്. കാരണം ഇതിനും നല്ല എഫേർട്ട് ഉണ്ട്. ഒരു ഷോപ്പ് തുടങ്ങുന്നതിനെക്കാട്ടും ബെറ്ററാണ് ഒരു ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടത്തുന്നത്. അതായത് ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ സാരീൻ്റെയും ഇതിൻ്റെ എല്ലാം എത്ര ആൾക്കാരാണ് ചെയ്യുന്നത്. അവർക്കൊന്നും ഷോപ്പില്ല. അവരെല്ലാം ചെയ്യുന്നത് ഒരു ഇൻസ്റ്റയിൽ ഒരു 10K ഉള്ള ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് അവർ ആ ഷോപ്പിനേക്കാട്ടും വരുമാനം വരുന്നോണ്ടല്ലേ അത് ചെയ്യുന്നത്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ കമന്റ്സ് ആവുന്ന ടൈമിലെല്ലാം മാക്സിമം വായിക്കാൻ നോക്കലുണ്ട്. കാരണം അത് വായിക്കുമ്പോൾ അടുത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള ആവേശമെല്ലാം തോന്നുന്നു. കുറെ കണ്ടന്റ് കമന്റിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറെ കണ്ടന്റ് ഇത് ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി ബെറ്റർ ആവുമായിരുന്നു. കുറെ ആൾ കമന്റ് ഇടാറുണ്ട്.
അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അടുത്ത കണ്ടന്റ് അങ്ങനെ ഇന്നലെ രാത്രിക്ക് ഉറങ്ങാൻ ഞാൻ കമന്റ് വായിച്ചിട്ട് ഉറങ്ങുമെന്ന് ഫോൺ വെക്കാൻ വേണ്ടി കമന്റ് വായിച്ചിട്ട് ഉറങ്ങിയിരുന്നു ഇന്നലെ 12 മണി. അത് അങ്ങനത്തെ ഒരു ഇവനുള്ള സംഭവം വീഡിയോസിലുള്ള ഉണ്ട്. അധികം ഏട്ടം വന്ന ഫുൾ അതിങ്ങനെ കുറച്ച് സൗണ്ടില് എത്രയുണ്ട് നോക്കണുണ്ടോ? നമ്മൾ മാത്രം ഇടുന്ന വീഡിയോയുടെ കമന്റ് നിങ്ങൾ ശ്രദ്ധിക്കൂല, നോക്കാൻ സമയം ഉണ്ടാവില്ല. ഇത് സ്വന്തം കമന്റ് സൗണ്ടില് വായിക്കും. ഒരു മനസ്സ് ഇവര് കൊച്ചിലെ ഭയങ്കര ഈ കല, ഡാൻസ്, പാട്ട്, ഡാൻസ് അതിനൊക്കെ ഭയങ്കര എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിയ ഒറ്റ അടിക്കട്ടെ ഒന്ന് പറയാം. ചെറുങ്ങനെ കളിക്കുക, ചെറുങ്ങനെ ഡ്രോയിങ് ചെയ്യും. രണ്ടാളും രണ്ടാൾക്ക് വരക്കാനുള്ള കഴിവുണ്ട്, നമുക്കതുമില്ല. വേറെ കഴിവൊന്നും. പിന്നെ ഡാൻസ് ഇവൻ കളിക്കും. മറ്റേ ആ ഡാൻസ് അതിനേക്കാൾ നന്നായിട്ട് അത് ഞാൻ കളിച്ചത് പിന്നെ ഒപ്പിക്കാൻ അതിന് സ്റ്റാൻഡേർഡ് കളി. ഒരു പാട്ടറിയില്ല, ഒരു ഡാൻസ് അറിയില്ല, എന്തെങ്കിലും ഒരു കഴിവ് എന്തോ അങ്ങനെ ആയി. അതേ ആർക്കും പറയാനുള്ളൂ. പക്ഷെ ഉണ്ടല്ലോ, ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഇപ്പം എന്തെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കില്ല നമുക്ക് എന്ത് കഴിവുള്ളത്, അത് മാക്സിമം ഇപ്പൊ യൂസ് ചെയ്യണം. ഇന്ന് ആൾക്കാർ പറഞ്ഞ പണ്ടേ ടിക്ടോക്ക് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പണ്ടേ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി എന്നാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പറയണം. അങ്ങനെ ട്രോളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം നമുക്കൊരു യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഒരു ഫോളോവേഴ്സ് ഒരു 100, 1000 എന്നൊക്കെ പറഞ്ഞ വലിയ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവരിപ്പോ ചിന്തിക്കും, അയ്യോ ഞങ്ങൾക്ക് ടാലന്റ് ഇല്ല, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? ഒന്നും നോക്കാണ്ട് തുടങ്ങും. ഇപ്പൊ വൈകിട്ടൊന്നുമില്ല, ഇതിപ്പോ നാളെ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ആഗ്രഹമുള്ള ഇപ്പൊ ആദ്യം ടിക്ടോക്ക് ഉണ്ടായിരുന്നു, ടിക്ടോക്ക് ബാൻ ആയപ്പോ ഇൻസ്റ്റയിൽ അതേ പരിപാടി തുടങ്ങി, യൂട്യൂബ്. അതിപ്പോ ഇതിപ്പം പോയാൽ അടുത്തത് എന്തായാലും വരും. കാരണം ഇനിയിപ്പോ ഇതിന്റെ ഒരു യുഗമാണ്, ഒരു ഡിജിറ്റൽ യുഗം എന്നെല്ലാം പറയുന്നത്. പിന്നെ നമ്മളീ കളിയാക്കിയതും തമാശയെല്ലാം പറഞ്ഞ നമ്മൾ ഇന്നത്തെ പോലെ ഇന്നൊരു വീട്ടില് അമ്മമ്മ തൊട്ടിട്ട് കൊച്ചുമക്കൾ വരെ ടിക്ടോക്ക് അല്ല യൂട്യൂബ് ഷോർട്സും ഈ റീലും ചെയ്യാത്ത ആൾക്കാരില്ല ഇന്നത്തെ വീട്ടില്. അതിപ്പോ ഒരു നോർമൽ സംഭവമായി മാറി. നമ്മൾ ഏകദേശം കുറച്ച് കൊല്ലം, ഒരു 4-5 കൊല്ലം മുന്നേ എന്ന് പറയുന്ന ഡഫ് മാഷ് സമയത്ത് തുടങ്ങുമ്പോൾ കളിയാക്കലുകളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു ആ സമയത്ത്. കാരണം ആ സമയത്ത് ആരും ഇതൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടില്ലല്ലോ. ആ സമയത്ത് ഒരുപാട് കളിയാക്കല് ഉണ്ടായിരുന്നു. ആ സമയത്ത് അതൊന്നും മൈൻഡാക്കാണ്ട് തുടങ്ങിയോണ്ട് ഇപ്പൊ ആ കളിയാക്കിയ ആൾക്കാർക്കെല്ലാം ചാനലും വീഡിയോയും റീലും എല്ലാം അവര് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാരുണ്ട് എനിക്ക് നേരിട്ട് അറിയുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നില്ല പേര്, അത് കേൾക്കുന്നത് എനിക്ക് മനസ്സിലാവും, എനിക്കറിയാം. അപ്പൊ അങ്ങനെയാന്ന്. ഇനിയിപ്പോ ആരാന്ന് നിങ്ങൾ റീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും അതൊരു കോമൺ ആയിട്ടുള്ള സംഭവമായി. ഇപ്പൊ ആരും അത്ര വലിയ മൈൻഡ് ആക്കുന്നില്ല. പുറത്ത് നമുക്കൊരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ആദ്യം മടി. ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ഇവിടുന്നത് ചെയ്യും, ഇവിടുന്നത് ചെയ്യും. നന്നായിട്ട് വരണം, അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ആരും വന്നിട്ട് എനിക്ക് നമ്മൾ പണിയില്ലെന്ന് ഇപ്പൊ ആരും ചോദിക്കില്ല. ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് കുട്ടികളോട് പാരന്റ്സ് തന്നെ പറഞ്ഞു തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ഈ ഒരു ചേഞ്ച് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞാൻ പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ഒരു നമുക്ക് എല്ലാത്തിനും ഒരു നോർമൽ വേറെ എന്തെങ്കിലും ഒരു തൊഴിൽ എപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആദ്യം പിന്നെ ഇത് മാത്രമല്ലേ ഉള്ളൂ പരിപാടി എന്ന് വിചാരിച്ച് നടക്കുന്നവർ നമ്മൾ ഈ ജോലിന്റെ സമയത്ത് നമ്മളെ കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു അല്ല, ഇതൊരു ജോലി തന്നെയാണ്. ഇതൊരു ജോലി എല്ലാം ഒന്നും തോന്നരുത്. കാരണം ഇതിനും നല്ല എഫേർട്ട് ഉണ്ട്. യൂട്യൂബിന്റെ മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ഇപ്പം ഇൻസ്റ്റായിൽ ഇന്ന് ഒരു ഷോപ്പ് തുടങ്ങുന്നതിനെക്കാട്ടും ബെറ്ററാണ് ഒരു ഓൺലൈനായിട്ട് ഷോപ്പിംഗ് നടത്തുന്നത്. അതായത് ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ സാരീൻ്റെ ഇതിൻ്റെ എല്ലാം എത്ര ആൾക്കാരാണ് ചെയ്യുന്നത്. അവർക്കൊന്നും ഷോപ്പില്ല, അവരെല്ലാം ചെയ്യുന്നത് ഒരു ഇൻസ്റ്റയിൽ ഒരു 10K ഉള്ള ഒരു ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ടേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് അവർ ആ ഷോപ്പിനെക്കാട്ട വരുമാനം വരുന്നോണ്ടല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ജോബായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ജോബ് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് അങ്ങനെ ബിസിനസ് പ്ലാൻ ഉണ്ടോ? ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും ഒരു ടൈം കഴിഞ്ഞ ഒരു ബിസിനസ്സിലേക്ക് കിടക്കാറുണ്ട്. ആളുടെ മുഖം ഇനി എനിക്ക് വയ്യ, ഇനി അതും കൂടെ നോക്കാൻ വയ്യ. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇതുവരെ എന്റെ തലയിലാവും. എങ്കിലും നിങ്ങളുടെ ഇത്രയും ഒരു യൂട്യൂബ് എനിക്ക് 4 വർഷത്തെ ഒരു ജേർണി അല്ലേ. അപ്പം ഈ 3 വർഷത്തെ ഒരു യാത്രയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇത്രയധികം 16 മില്യണിലധികം ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തു, ഒരുപാട് പേര് നിങ്ങളെ തിരിച്ചറിയുന്നു. ഏറ്റവും പ്രൗഡായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു നിമിഷം നിങ്ങൾക്ക് 5 പേരോടും ചോദിക്കുകയാണെങ്കിൽ? എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒരിക്കൽ ഗസ്റ്റായിട്ട് പോകാൻ പറ്റി. ഗസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഗസ്റ്റ് അല്ല, നോർമൽ ഒരു ചെറിയൊരു ഫംഗ്ഷൻ എന്തോ അല്ലേ, ഒരു ചെറിയ കുട്ടികൾക്ക് എന്തൊരു ക്ലാസ് എടുക്കും, അങ്ങനെ എന്തോ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു തവണ പോകാൻ പറ്റി. അതെനിക്ക് ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു
പക്ഷെ ഇവൻ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എനിക്ക് വിഷമമുണ്ട്. ഞാൻ കോളേജിലേ പോയിട്ടില്ലല്ലോ. അംഗനവാടി പോയി അല്ല അന്നെ വിളിക്കണ്ടെങ്കില് അംഗനവാടി പോയി നീ എല്ലാം കൂടി നീ ഇത് അല്ല കഴിഞ്ഞ തവണ വന്നപ്പോ അംഗൻവാടിയിൽ പോയി ടീച്ചർ വിളിച്ചിട്ട് അയ്യോ അത് നല്ല കാര്യല്ലേ? അതെ അതെ, അത് അമൃതപ്പൊടി മേടിക്കാൻ പോയതാ. ഭയങ്കര സ്നേഹമുള്ള വൈഫാണ്. ടീച്ചർ കാണുന്നുണ്ടല്ലോ, ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ടീച്ചർ കാണണമെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഇട്ട് കൊടുക്കല. നല്ല സ്നേഹ. നമുക്ക് നാട്ടില് അതായത് ലോകം അംഗീകരിച്ചാലും നമ്മുടെ നാട് അംഗീകരിക്കാൻ ഒരുപാട് സമയം ആ സമയം നമ്മളെ അംഗീകരിച്ചിട്ട് നമ്മളെ തൊട്ട് മുമ്പ് നമ്മളെ ചെറിയൊരു പൊന്നാടയിൽ അണിയിച്ചിട്ട് ഞാനുണ്ടായില്ല. ഒന്നും എനക്കൊരു ഭാഗ്യം ഉണ്ടാവില്ല. അന്ന് ഇവനും ഉണ്ടായില്ല. നമ്മളെ അതായത് നാട്ടിൽ നിന്ന് 2-3 പരിപാടി കിട്ടി. നമ്മളെ വാർഡിൽ നിന്നും ഒരു എന്താ പറയാ അനുമോദനം. അതിന് നീ ഉണ്ടായിട്ടില്ലോ? അത് കിട്ടുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. അത് മിസ് ചെയ്യും. ഏറ്റവും വലിയ സന്തോഷം അതാണ്. അതെ സത്യം. അതുകൊണ്ട് ആ ഒരു ഇത് കിട്ടി. അതന്നെ ഞാൻ കണ്ടതില് വെച്ചിട്ടില്ല. ആദ്യമൊന്നും നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു നമുക്ക് ചാനലുള്ളത് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് അറിയാൻ തുടങ്ങിയത് അല്ലേ? ഞാൻ ഇപ്പോഴും പറയുന്ന ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ കൊടുത്തിട്ട് ആള് വരുന്ന സമയത്ത് യൂട്യൂബർ വീടും ചോദിക്കരുത്. കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ അവരും വിചാരിക്കൂല ഇവരെ ആർക്കും അറിയില്ല. അത് പേടിച്ചിട്ട് ഞങ്ങള് വരുന്ന വഴിക്ക് ഞങ്ങൾ ചോദിച്ചപ്പോ എല്ലാവരും വഴി പറഞ്ഞിരുന്നുണ്ടായിരുന്നു. എല്ലാവരും വഴി പറഞ്ഞിരുന്നുണ്ട്. ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് മാറ്റം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ഇന്റർവ്യൂവിന് വരുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ട്. അല്ല ഇതിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു കേട്ടോ. എല്ലാവരും മത്സരിച്ച് വഴി പറഞ്ഞിരുന്നുണ്ട്. സോ ഈ ഫ്ലോറിൽ തന്നെ എന്റെ നാട്ടുകാർ. നിങ്ങൾ എത്ര വർഷമായിരുന്നു പ്രണയിച്ചത്? 8 വർഷം. ടെൻഷൻ ഇവിടെ. ഓ അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്ന എല്ലാ ഉത്തരത്തിനും നിങ്ങൾക്ക് ഉത്തരം കറക്റ്റ് പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം എന്ത് ചെയ്യണം? ഭർത്താക്കന്മാർ അതൊന്ന് എഴുതണം. ഓക്കെ, ഭാര്യമാർ ആൻസർ പറയണം. കറക്റ്റ് ആണോ നമുക്ക് ഓക്കെ ആണോ? തീരുമാനമായി. ഇതൊക്കെ മെയ്ഡ് ഫോർ ഈച്ച് ദ ഗെയിം ആണ്. എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നോക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ പരസ്പരം കൊടുത്തിട്ടുണ്ടാവും. ആദ്യമായിട്ട് ഭാര്യമാർക്ക് കൊടുത്ത ഗിഫ്റ്റ് ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി, ടൈപ്പ് ചെയ്തവര്. ആദ്യത്തത് വാച്ച്. വാച്ചാണോ? അതിന്റെ ഒരു കഥ പറയൂ. പ്രേമിക്കുന്ന സമയത്തായിരുന്നോ? ആ കഥ എന്ന് പറയൂ. അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും ആകെ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ചാത്താലും അത് മറക്കില്ല. വാച്ച് ഏത് പ്രായത്തിലായിരുന്നു? അല്ല ഏത് സമയത്തായിരുന്നു? പ്രേമിച്ച് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഇടക്കിടക്ക് തരുന്ന പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാ അന്ന് വാച്ച് കൊടുക്കാൻ തോന്നിയത്? ഇത് വാച്ച് കൊടുക്കാനാ? അതെന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞടാ, മാളില് വന്നല്ലേ എന്തെങ്കിലും ഒക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അവൻ തന്നെ സെലക്ട് ചെയ്തിട്ട് ഒരു വാച്ച് തന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവിച്ചു പോയതാണ്. എന്റെ ഇടിപ്പ് കൂടുന്നുണ്ട്. ഇവിടെ പറയൂ. വാച്ച് തന്നെയാണ്. എന്താ ചേട്ടാ അനിയന് വാച്ച്? ചേട്ടന്റെ ഐഡിയ ആയിരുന്നു ഇത്. ഇത് ഫസ്റ്റ് ഗിഫ്റ്റ് വാച്ച്. ഇവിടെ ഫസ്റ്റ് ഗിഫ്റ്റ് റെഡ് കളർ വാച്ച്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു റെഡ് കളർ വാച്ച്. ഇവിടുത്തെ കളർ എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു അറിയില്ല. അയ്യോ, ഇവര് മേഡ് ഫോർ ഈച്ച് അതർ ആയി പോയിരുന്നു. നിങ്ങളുടെ കൂട്ടത്തില് റൊമാൻറ്റിക് ആരാണ്? എങ്ങനെ കൂട്ടത്തില്? മൊത്തത്തിലാ? രണ്ട് കപ്പിൾസ് എഴുതിയോ? ഓക്കെ, ഭാര്യമാർ പറയൂ. സംഗീതട്ടെ ചേട്ടനാണ്. ഓക്കെ, ഞാനും എന്താ പറയാ ഇവളായിട്ടാ തോന്നി. സാധാരണ എന്നെ ഇടക്കിടക്ക് പഠിപ്പിച്ച് കുറച്ചൊക്കെ ഒന്ന് ഇതായിക്കൂടെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, റൊമാൻറ്റിക് കൂടുതൽ ആളാണെന്ന് പറഞ്ഞു. കുറച്ചും കൂടി ലൈഫില് ഇപ്പൊ എല്ലാവരും ഭാര്യമാര് പറയും കുറച്ചും കൂടി റൊമാൻസ് കാണിക്കൂ എന്നൊരു കംപ്ലൈന്റ് ഒക്കെ പറയും. ശരിക്കും ഭാര്യമാർക്ക് ഇഷ്ടമുള്ള കുറച്ച് റൊമാൻറ്റിക് ടിപ്സ് അനിയന് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും? അനിയന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. തെറ്റാണോ ചോദിച്ചത്? ഇഷ്ടം പോലെ പഠിപ്പിച്ചതിനാണ് പറഞ്ഞോണ്ട് ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്.
അതൊന്നുമില്ല അതുപോലെ കണ്ടുപിടിച്ച് നീ എന്തെങ്കിലും ചെയ്യും അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കില്ല, നമുക്ക് തന്നെ മതിയാകുന്നില്ല റൊമാൻസ്. കറക്റ്റ് ആണോ? ആളാണോ റൊമാൻറ്റിക്? ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഇവളാന്ന് നല്ല റൊമാൻറ്റിക് ആയിട്ട് എനക്ക് ഫീൽ സാഹചര്യം ആളൊരു മാർക്ക് കുറഞ്ഞു ഇവിടെ ഞാൻ തന്നെ രണ്ടാളും സ്കോർ ചെയ്തിരിക്കുന്നത് ചേട്ടനാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ട് വഴക്കിട്ടത് എപ്പോഴാണ്? എന്തിന്റെ പേരിലായിരുന്നു? വഴക്കിട്ടതായിട്ടേ ഓ പിന്നെ എനക്കല്ല ഓർമ്മയുണ്ട്. ഞാൻ പാസ് ചെയ്യത് നീ എന്താ പറഞ്ഞു. പാസ് ചെയ്യുന്നു. ആലോചിച്ചോക്ക്. ഇത് മൈനസ് മാർക്ക്. ഇത് എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് അത് ഉലക്കം കാണിക്കാണ്ട് വെച്ച് അല്ല എനിക്ക് ഇത് ഒന്ന് ഓർക്കുന്നൊക്കെ ട്രൈ. അത് ഇതുവരെ വഴക്കൊന്നും കഴിഞ്ഞിട്ടില്ലാന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അയ്യോ എന്റെ ഓർമ്മയില് ഒരു വഴക്കില്ലാന്ന് കാണിക്കുന്നതാണ്. ഞങ്ങൾ ഇതൊരു വഴക്കേ ഇട്ടിട്ടില്ല. ഇടക്കാ സൗണ്ട് പോകുന്ന ഇങ്ങോട്ട് കേൾക്കാൻ കഴിയില്ല. ഫസ്റ്റ് വഴക്കിട്ടതല്ല അല്ലാണ്ട് ഡെയിലി അത് അത്രയും സ്ഥലം ഉണ്ടാവും. അതിന് 2 ഫോണ് വേണം. ഓർമ്മയുണ്ടോ? വഴക്കിട്ട് കാര്യം എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് ചെറിയ എന്തെങ്കിലും തെറ്റുണ്ടായാലും നമ്മൾ വഴക്കിടും. അപ്പൊ പിന്നെ ഒരു 5 മിനിറ്റോട് പറഞ്ഞു തീർക്കുകയും ചെയ്യും. എന്താ വഴക്ക് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇല്ല, ഇടക്ക് ഉണ്ടാവും, ഇടക്ക് പെട്ടെന്ന് ഇതാവും. ഓക്കെ, എന്തെഴുതി? അല്ല ആദ്യത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇപ്പൊ നമ്മളെ പ്രേമിക്കുന്ന സമയത്തിൽ ആളെ ഇരിക്കൂല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആരുടെ കാര്യത്തിൽ അങ്ങനെ ഇരിക്കൂല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം. ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും, ഒന്ന് ജീവിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. സ്വഭാവം ഇങ്ങനെ അല്ലേനല്ലോ അങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് സങ്കടം വരും. ആദ്യം കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ചെറിയ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അപ്പാട് കണ്ണ് അറിയില്ല. അങ്ങനത്തെ അതിന് കുറേ പ്രാവശ്യം ഞാൻ സൗണ്ട് ആക്കേണ്ടി വരും. സൗണ്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ചൊല്ലിയിട്ട് വേറെ ഒന്നല്ല. പെട്ടെന്ന് കാര്യമാണ്, ചെറിയൊരു കാര്യം പറയുമ്പോൾ ഫീൽ ആവുക, അപ്പാട് കാര്യ. അതിന് വേണ്ടിട്ട് ഞാൻ ശരിക്കും ദേഷ്യം വന്നിട്ട് ഫീലാക്കിപ്പിച്ചിട്ട് ഇപ്പൊ ഓർമ്മ വന്നോ? അതേ ഉള്ളൂ. ഓക്കെ, അത് പിന്നെ ഇടക്കിടക്ക് ഉണ്ടായിരുന്നു. കൂടുതൽ പറയല്ല ചാനല്. ഇവിടെ ഒരാൾക്ക് ഇത് കറക്റ്റ്, ഒരാൾക്ക് അറിയാം, ഒരാൾക്ക് ഓർമ്മയില്ല. പറഞ്ഞോളൂ, പറ. അത് ഫസ്റ്റ് ഞാൻ സാരി ഉടുത്ത സമയത്ത് ഫോട്ടോ അയച്ചുതരാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ അയച്ചു കൊടുക്കാതെ അത് ഞാൻ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് കണ്ടിട്ട് എന്നൊക്കെ വിളിച്ചിട്ട് കൂട്ടം കൂടി ഞാൻ എയറിലെത്തിയടാ. ഏകദേശം നമ്മൾ രണ്ടാളും പോവുകയായിരുന്നു. ഫസ്റ്റ് ടൈമിലെ അടി നമ്മളെ ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? അതൊക്കെ ഒരു പഴയ കാലം എന്നൊക്കെ. ഈ പ്രേമിക്കുന്ന സമയത്തെ നമ്മൾ കുറച്ച് ക്രിഞ്ചായിരിക്കും, ചെയ്ത കുറെ മണ്ടത്തര പരിപാടി ഉണ്ടാവും. അത് കല്യാണത്തിന് ശേഷം നിങ്ങൾ പറഞ്ഞിരിക്കാറുണ്ടോ? അതിപ്പം പറഞ്ഞതാണ് ഇപ്പം ക്രിഞ്ചായത്. ഞാനല്ല അയ്യോ അതിനങ്ങനെ പറയാൻ പറ്റുമല്ലേ? ഈ പ്രേം അല്ല പറഞ്ഞു അല്ല ഞാൻ പറയാം, ഒരു കൊല്ലത്തോളെല്ലാം ഇങ്ങനെ എത്ര വയ്യ നടത്തിച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ ഇങ്ങനെ കുത്താൻ തോന്നുന്നു. 9 കൊല്ലല്ലേ? അല്ല, ആദ്യം എസ് പറയിപ്പിക്കാൻ കുറെ പുറകെ നടന്നു. എന്താ എസ് പറയാനുള്ള റീസൺ എന്താ? ഇഷ്ടപ്പെട്ട വേറെ രക്ഷയില്ല, ഇത് വിട്ടു പോകണ്ടേ. അറിയാലോ, അതന്നെ ചോദിച്ചു പിന്നെ എസ് ഒക്കെ പറഞ്ഞു. എന്നാൽ ഇഷ്ടം തോന്നാൻ ഒരു കാര്യം എന്താ? ഈ സൗന്ദര്യം ഈ ഭർത്താവ് കേട്ടാ തന്നെ എന്നോട് ഇത്ര 1 വർഷം പുറകെ നടത്തിയല്ലോ, നമുക്കൊരു ഇഷ്ടം ആൺകുട്ടികൾ അങ്ങനെ പറഞ്ഞു ഇഷ്ടം വന്നത്. പുറകെ നടന്ന് വരുമ്പോ വെറുതെ ഇനി വരില്ലാന്ന് പറയുമ്പോ നമുക്ക് പിന്നെ എസ് പറഞ്ഞേ പറ്റുമോ? ഇനി വരില്ലാന്ന് പറയുമ്പോ നമുക്കൊരു ഇഷ്ടപ്പെട്ടവര് വരൂലേ? ഇത്ര നാളും വന്നിട്ട് പെട്ടെന്ന് വരില്ല എന്ന് പറയുമ്പോ ഇനി വരുന്നില്ല എസ് പറഞ്ഞു പറയണെന്ന് പറയുമ്പോ അങ്ങനെ എസ് പറഞ്ഞതാ. ഇവിടെ എന്താ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ കുറെ അങ്ങനെ പിറകെ നടക്കല് അങ്ങനെ ഒന്നും പരിചയപ്പെട്ടു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളങ്ങനെ ഇതിലേക്ക് അങ്ങനെ അങ്ങ് വന്നതാ. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പുറകെ നടക്കേണ്ടി വന്നില്ല. ലാസ്റ്റ് അങ്ങനെ ഓക്കെ ആയി. എന്നാലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ? നമ്മളൊരു ഫുൾ ക്വാളിറ്റി ഒരുപാട് അതായത് ഇംപ്രസ് ചെയ്യാനൊന്നും ചെയ്യുന്ന ടൈപ്പ് അല്ല, അത് നോർമലാ. നോർമൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അധികം ഞാൻ അങ്ങനെ കോഴിത്തരം കാണിക്കാറില്ലായിരുന്നു. അങ്ങനെയല്ല, വീഡിയോയിൽ മനസ്സിലാവും കോഴിത്തരം ഇല്ലാതെ. ആളൊരു സിമ്പിൾ പേഴ്സൺ ആയപ്പോ സിമ്പിൾ ആണ്. അതുപോലെ അത് തന്നെയാ പവർഫുൾ.
അത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ ചോദിച്ചില്ല തിരിച്ചെന്താ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഓൾറെഡി ഇഷ്ടം, ആ കുട്ടിയോട് ഇഷ്ടം, ഒരു വർഷം ഞാൻ പുറകെ നടന്ന് എനിക്ക് ആ കുട്ടിയെ വേണം. വെറുതെ ആരെയും കിട്ടുമല്ലോ, നോക്കട്ടെ. പെണ്ണ് കിട്ടലെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ബുദ്ധിപൂർവ്വം നേരത്തെ ചിന്തിച്ചു. അല്ലപ്പ ഞാൻ അതിപ്പോ അതിനെ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയാ, നാട്ടിൽ തന്നെയാണ് പണ്ടേ കാണുന്നതാണ്. അപ്പം എന്തോ ഒരു ഇഷ്ടം തോന്നി, അത്രയാണ്. നിങ്ങളുടെ ആദ്യത്തെ യാത്ര എവിടാന്ന് വെച്ചിട്ട് ചേട്ടനെ എഴുതി നിങ്ങളെല്ലാം മറന്ന് നിങ്ങളെ കൊല്ലു. അത് യൂട്യൂബിന്റെ ഒക്കെ തിരക്കിലായിരുന്നു. കഴിഞ്ഞെല്ലാം പറഞ്ഞല്ല. പ്രായം കൂടി വരുത്തല്ലേ. എഴുതിയോ? പറയൂ, നിങ്ങൾ ആദ്യമായിട്ട് പോയ പറയട്ടെ, ഞാൻ കാണിക്കണ്ടേ? റാണിപുരം. അതെപ്പോന്നൊക്കെ ഞാൻ അല്ല, റാണിപുരം പോയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ കുറെ ബീച്ചിലും അങ്ങ് ഇങ്ങനെ പോയിട്ടുണ്ട്. യാത്ര എന്ന് പറയുമ്പോ ഏതാ പെടുക, അതാ നമുക്ക് കൺഫ്യൂഷൻ ആയി. അല്ല അങ്ങനെ ആ യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം എന്തായാലും പോയിന്റ് വരും. രണ്ടു ഉത്തര പറഞ്ഞേ. ഓക്കെ ചേട്ടാ, നീ പറഞ്ഞു ഇവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് എഴുതിയിട്ട് ഇത് ലോക്കാടാ. കാണിച്ചു കൊടുത്തും കാര്യമില്ല. കണ്ണൂരാ നമ്മള് പ്രണയിച്ചോണ്ടിരിക്കുമ്പോ കണ്ണൂര് കൊറേ തവണ പോയി, കല്യാണം കഴിച്ച് കൊറേ തവണ കണ്ണൂർ കാണാൻ സ്ഥലമില്ല, കണ്ണൂര് കാണാൻ സ്ഥലമില്ല. കണ്ണൂർ പോന്ന് കറങ്ങുന്നു വരുന്നു. ആദ്യം ഇപ്പം പോകുന്ന ഒരു സ്ഥലമാണ് ധൈര്യത്തിൽ എഴുതാ, കണ്ണൂർ. കണ്ണൂർ കോട്ട. കണ്ണൂരാണ് മെയിൻ. ഒരു സ്ഥലത്ത് 2-3 വട്ടം പോയിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങളുടെ ഭാര്യമാര് ഉണ്ടാക്കി തന്ന ഒരു ഫുഡ്. അത് അറിയില്ല. ഇവനെളുപ്പാണ്, അന്നും ഇന്നും ആകെ ആക്കാനറിയുന്ന സാധനമേ അല്ല എനിക്ക് വെറൈറ്റി ഐറ്റംസ് ഇവൾ ആക്കുന്നുണ്ട്. ഇനി തെറ്റിച്ചാലും കുഴപ്പമില്ല, ഒന്നും ചെയ്യണ്ട. പൊക്കുന്നുണ്ട് നന്നായിട്ട്. ഇതിന്റെ ഇംഗ്ലീഷ് എന്താ പറയാ നമുക്ക് അറിയില്ലേ. ഇംഗ്ലീഷോ? എന്റെ മലയാളം മതി. അത്രക്ക് വലിയ സാധനം ആകെ വീട്ടുകാരിലുള്ള ആക്കില്ല, അതിന് ഇംഗ്ലീഷ് കുറച്ച് സ്റ്റൈലായിട്ട് പറയാൻ വെച്ചില്ല. എന്താ എഴുതി? അത് കറക്റ്റ്. ഉപ്പുമാവ് സ്പെഷ്യലിസ്റ്റ് ആണോ? അങ്ങനെയല്ല, ഫസ്റ്റ് ആക്കിയത് അതാണ്. ആക്കി കൊടുത്തത് ഫസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇപ്പോഴും ഞാനതാ പറഞ്ഞു, തെറ്റൂല. ഇപ്പോഴും ഉപ്പുമാവാണ്. അല്ല, ഫസ്റ്റ് ആക്കിയത് ഇവരിങ്ങനെ ട്രോൾ തന്നെയാണ്. ഓക്കെ, എന്നാലും ഇവിടെ പറയും. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പേര് ഓർമ്മയില്ല, സോറി. എന്റെ പൊന്നെ, ശരിക്കും നമ്മൾ പിന്നെ ചിക്കൻ കറിയോ അങ്ങനത്തെ മീൻ ഒരുപാട് വെറൈറ്റി സ്പെഷ്യലി ഐറ്റംസ് ആക്കുള്ളൂ. എന്തെങ്കിലും കൊണ്ടുവരും. ഇപ്പൊ ഞണ്ടായാലും കൊണ്ടത്തരും, First ദിവസം തന്നെ എന്തൊക്കെയോ യൂട്യൂബ് നോക്കിയിട്ടായാലും ആക്കും. സമ്മതിച്ചു കൊടുക്കാം. എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ഉണ്ടാക്കി തരുന്നതില് ഭയങ്കര ടേസ്റ്റോടെ കഴിക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഏതാ? ഉപ്പുമാവല്ലാതെ കറിവേപ്പിലിട്ട് ഉപ്മാവ്, കടുക് കൂടി ഉപ്മാവ്. അല്ല, ഇടക്കിടക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയിലോട്ട് റെസിപ്പി ഞങ്ങൾക്ക് തരണം. ഉപ്മാവ് ഏത് ടൈപ്പ് വേണമെങ്കിലും തരുവോള്. ആണോ? ഇതെല്ലാം ട്രോള് ഞാൻ വിശ്വസിക്കില്ല. ശരിക്കും അങ്ങനെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? അല്ല, ഞാനാദ്യം വിചാരിച്ചു ഇവർക്ക് ഫുഡ് അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ലെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ വിചാരിച്ചേ. പിന്നെ നേരിട്ട് അന്നേരമായി സത്യം മനസ്സിലായി. ഉണ്ടാക്കാൻ അറിയില്ല. അല്ല, കുറച്ച് ഇങ്ങനെ പഠിച്ചു വരുമായിരുന്നു ഞാൻ. ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കൽ മാത്രമാണ്. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഞാനും അങ്ങനെ വിചാരിച്ചു, അധികം അങ്ങനെ ഒന്നും ആക്കില്ല. പക്ഷെ ഇടക്ക് ഇതിന്റെ സ്പെഷ്യൽ മറ്റേ കൂടുതൽ പറയണ്ട. അല്ല, സീരിയസ് ആയിട്ട് എന്താക്കിയാലും ഒരു സ്പെഷ്യൽ പക്ഷെ ഉപ്പുമാവാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. മെയിൻ. പോകല്ലേ. സോ സ്കോർ ചെയ്തത് ഇവിടെയാ. അതെ അതെ. ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. സോ ഒരു എളുപ്പമുള്ള ചോദ്യമാണ് ഇനി അടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങള് പെണ്ണ് കാണാൻ പോയ സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് നേരിട്ട് കണ്ട സമയത്ത് ഇവര് രണ്ടുപേരും ഇട്ട ഡ്രസ്സിന്റെ കളർ എന്ത് ഡ്രസ്സായിരുന്നു? അത് എന്താ കളർ? കല്യാണത്തിനിട്ട പറഞ്ഞു ചോദിക്കാം. അത് ചോദിച്ചാൽ അല്ല, ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഉള്ളത് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് കണ്ട സമയത്ത് എനിക്ക് ആ ഇട്ടതേ ഓർമ്മയില്ല എന്നാ. പിന്നെ ഞാൻ യൂണിഫോം അറിയാം, അതിനല്ലേ കണ്ടില്ല. സ്കൂളിലൊക്കെ ഓർമ്മിച്ച് പറഞ്ഞു. ഏതോ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വയ്യാണ്ട് നീ, അപ്പൊ ആ സമയത്തുള്ള യൂണിഫോം നേരത്തെ എത്തിയാണ്. അല്ല, അത് ഞാൻ വെറുതെ എഴുതിയതാണ്. യൂണിഫോം യൂണിഫോം തന്നെയാണ് നമ്മളെ ചാവശ്ശേരി സ്കൂളിൽ. കളറായിരുന്നു മെറൂണും മെറൂൺ, ഒരു ചന്ദന കളറ്. സ്കൂൾ യൂണിഫോമിലാണ് ഫസ്റ്റ് സൈറ്റ് ഇഷ്ടം
തോന്നി പോയി പോയിന്നൊക്കെ ചേടാ ഞാനിപ്പോ പോട്ടോന്ന് എനിക്കറിയാലോ അത്. ഓക്കെ ഇവിടെ ഞാനൊരു ടോപ്പ് ഗ്രേ കളർ. ഗ്രേ എന്തോ ഒരു കളറിംഗ് ലൈറ്റ് വൈറ്റ് പോലത്തെ ആ വൈറ്റ് ഗ്രേ മിക്സാ. ഇവര് ശരിയാ. കളർ കറക്റ്റ് ഗ്രേ ഞാൻ കണ്ടില്ല, വൈറ്റ് ആണ് ഞാൻ മുഴുവനായിട്ട് കണ്ടത്. അതെ കണ്ടില്ല. പിന്നെ ഇവരെ മുഖം കണ്ടപ്പോ നമുക്ക് വേറൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മാക്സിമം അത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഉണ്ട്. ഒരു രക്ഷയും നല്ല കഴിവുണ്ട്. ഓക്കെ ഓക്കെ തിരിച്ചു ചോദിക്കാം, ഭാര്യമാരോട് ചോദിക്കാം. നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടുന്നു, അവരും കറക്റ്റ് പറയുമെന്ന് നമുക്ക് നോക്കണല്ലോ. ഓക്കെ ഫോൺ അവർക്ക് കൊടുക്കൂ. ദൈവമേ തെറ്റിച്ചാൽ വേറെ ഒന്നുമില്ല കൈവ്. ഇത് വേണ്ട. രക്ഷപ്പെടും. ഒരു ഫേവറേറ്റ് സിനിമ ആളുടെ? അതും വിട്ടു. ഇല്ലേ ഇല്ലേ അതുണ്ട്, അറിയാൻ നോക്കട്ടെ. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? നമുക്ക് ഇപ്പൊ ഓർക്കുമ്പോ ഈ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിലെ ഞാൻ കാണുമായിരുന്നു, ഞാൻ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രണയിക്കുന്ന സമയത്ത് നീയും ഈ പടം കാണണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? നീ തൽക്കാലം എന്തെങ്കിലും ചെയ്തു നോക്കാം നമുക്ക് എത്രത്തോളം. അതെ അതെ കറക്റ്റ് ആണോ പറയാൻ പോകുന്നതെന്ന് അറിയാലോ. ഇപ്പൊ മനസ്സിലായി, നമ്മളൊരു കാര്യം അറിയില്ല, നമ്മള് എല്ലാ കാര്യം പറഞ്ഞിരുന്നിട്ടില്ലേ. പറ. അങ്ങനെ ഫേവറേറ്റ് അല്ല, എന്നാലും ഒരുപാട് 2-3 തവണ കണ്ട സിനിമ പ്രേമം സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2-3 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു ഞാനത്. കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞേ അതുമില്ലേ. ഓക്കെ ഇവിടെ എന്താ ഞാൻ എഴുതിയ മീശമാധവൻ, അതൊന്നും ആയിരിക്കൂല. അത് ഇഷ്ടമുള്ള സിനിമയാണ്, പക്ഷെ അതിനെങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊന്നും ഇല്ല അല്ലേ? ഇല്ല പോയി ഫേവറേറ്റ് സിനിമയേ ഇല്ല. ഓക്കെ ശരി. ഇപ്പം അപ്രത്യക്ഷമാകാൻ അവസരം ലഭിച്ച ഭാര്യമാർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് അപ്രത്യക്ഷ അന്നാ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കോപ്പിടിക്കില്ലേ അല്ല ഇവിടെ ചോദിക്കട്ടെ, പറ. ട്രിപ്പ് പോവാനായിരിക്കും അല്ലേ? കണ്ണൂര് വിട്ടിട്ട് ഒരു ട്രിപ്പ്. അതാണ് ഡ്രസ് ട്രിപ്പില് ഡ്രസ്സല്ല, ഫുഡ് നല്ല ഫുഡ് ഉള്ള ഒന്ന് കറങ്ങാനല്ല, കൂടുതൽ സമയം ഫ്രീ ആയിട്ട് ഒരുമിച്ച് നിൽക്കുവാണ്. ഞാനതാ ഉദ്ദേശിച്ച, ട്രിപ്പ് പോയിട്ട് നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാം. നാട്ടിൽ വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ തന്നെയല്ലേ. ശരിക്കും മിസ് ചെയ്യാറുണ്ടോ ഇപ്പം? മിസ് ചെയ്യുന്നുണ്ട്. ഇല്ല, സന്തോഷമല്ലേ ഉണ്ടാവുക 2 സ്ഥലത്ത് നിൽക്കുമ്പോ. ഞാൻ പറയും അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് മാത്രമേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ ആരെയും. അതെ ശരിക്കും അങ്ങനെ കുറെ ആൾക്കാരില്ല. കൂടെ ഇല്ലാത്ത സമയത്തുള്ള നമുക്ക് വിഷമം വേറെ തന്നെയാണ്. നാട്ടിലില്ലല്ലോ എന്നുള്ള സങ്കടം ഇടക്കിടക്ക് വരും. ഓക്കെ ഇവിടെ സെയിം തന്നെ. ഞാൻ പറട്ടെ, ഐസ്ക്രീം അല്ലെങ്കിൽ ട്രിപ്പ് അല്ലെങ്കിൽ ഡ്രസ്. അതെല്ലാം ഓക്കെയാണ്. അതായത് എൻഗേജ്ഡ് അല്ലാതെ ഫ്രീ ആയിട്ട് ഫുൾ ഫ്രീ ആയിട്ട് നമ്മളെ കൂടെ സ്പെൻഡ് ചെയ്യണം. എഴുതിയത് സെയിം. അതെ അതെ സെയിം തന്നെ. കൊടുത്ത് തുറക്കട്ടെ. വീഡിയോ എടുക്കുന്നുണ്ടാവുമ്പോ കുറച്ച് സമയം കിട്ടില്ല. പല തിരക്കുകളിന്റെ ഇടയിലേക്ക് നമ്മള് പോവാ. മറവി ഏറ്റവും കൂടുതൽ നിങ്ങളിൽ ആർക്കാണ്? ഇതെനിക്ക് എഴുതൊന്നും വേണ്ട, അല്ലാണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് പൊതുവെ ആൺകുട്ടികൾക്ക് മറവി എന്ന് പറയാ. അല്ല, എനക്ക് മറവിയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സംഗീതത്തിനുണ്ട്. സംഗീതത്തിന് എന്നോട് നീ എന്നെ ഓർമ്മിപ്പിക്കണേന്ന്. അതുപോലെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ ഓർമ്മയുണ്ടാവില്ല. സംഗീതത്തിന് ഓർമ്മയില്ലാതെ ഞാൻ ഓർമ്മിപ്പിക്കണം. ഒരു ഫോൺ ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് കുത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. അതാണ് കുത്തുന്നവരെ നടുക്കിലടിക്കും. അതാണ് നിങ്ങളില് സായിചേട്ടനെ മറവി കൂടുതല്. ഞാൻ എല്ലാ കാര്യങ്ങളും ഓർത്ത് വെച്ച് അന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആയിട്ടേതെല്ലാം പറയും. സാഹചര്യത്തിൽ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഈ പ്രേമിക്കുമ്പോ തന്നെ ഏറ്റവും വലിയ വാഗ്ദാനം പിന്നെ ഞാൻ പൊന്നുപോലെ എഴുതേണ്ട ആവശ്യമില്ല. സംഗീതം പറഞ്ഞു വാഗ്ദാനം ഒന്നും ഉണ്ടായിട്ടില്ല. അടിപൊളിയായി ജീവിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കിടക്കുന്നു പൊന്നുപോലെയാണോ നോക്കണേ? പിന്നെ കുഴപ്പമില്ലാണ്ട് നോക്കുന്നുണ്ട്.
ഓൾറെഡി പാട്ട് പാടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ പ്രേമിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടി തരാ ചെക്കൻ ഈ വീഡിയോ എല്ലാം കാണും, ചോദിക്കല്ലേ എന്തെന്ന്. പക്ഷെ നിങ്ങളുടെ ഇപ്പത്തെ ആളുകള് പറയുന്ന വെച്ചാൽ പാരന്റ്സിന്റെ ആ ലവ് കണ്ട് കുട്ടികൾ വളരണം. പാട്ട് പാടി കൊടുക്കുന്നു പാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കഴിവില്ലാണ്ട് നമ്മൾ ഇരിക്കുന്നത്. പാട്ട് പാടാൻ പോയിട്ട് ഒരു സാധനം അയ്യോ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ഈ ചിത്രം വരാന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഡ്രീം ആയിരുന്നല്ലോ, അത് പഠിക്കണം എന്നതും ഒരു ആഗ്രഹമായിരുന്നല്ലേ, ഇപ്പൊ അങ്ങനെ ഒരു പാഷൻ അത് ഫോളോ ചെയ്യായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ പിന്നീട്? അല്ല, അത് നമ്മള് ആകെയുള്ളൊരു ചെറിയൊരു കഴിവ് ദൈവം തന്നെ, അത് മാത്രമായിരുന്നു. അത് ഒരു കുറച്ചു കാലം സ്വന്തം കഴിവ് കൊണ്ട് കുറച്ചെല്ലാം അങ്ങനെ സ്കൂള് സമയങ്ങളിലെല്ലാം പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് ആ സമയത്ത് പഠിക്കണം എന്നുണ്ടായിരുന്നു, നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അത് പറ്റിയില്ല, എന്തെല്ലോ സാഹചര്യം കൊണ്ട് അത് സംഭവിച്ചില്ല. അല്ല, അതിൽ വേറെ വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓരോ സാഹചര്യം അങ്ങനെയാണ്. അന്ന് സ്കൂളിൽ പോവാന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. അതല്ലേ വേറെ ഒന്ന്, അത്രേ ഉള്ളൂ. ആരപ്പോ അവിടുന്ന് വരച്ച പിള്ളേര് നന്നായിട്ട് വരക്കും കുട്ടികള്? ഇല്ല, പിള്ളേരെ ഡ്രോയിങ്ങിന്റെ ബുക്ക് എടുത്തിട്ട് ഇവൻ വരക്കുന്നത്. പക്ഷെ അത് ഞങ്ങള് വിട്ടിട്ടില്ല. ചെറിയ വളരെ ചെറിയ രീതിയിൽ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഹിഡൻ ടാലന്റ്? ചെറുതായിട്ട് ഇതേപോലെ വരക്കും, ചെറുതായിട്ട്. വരക്കല് തന്നെ, പക്ഷെ ഇവന്റെ അത്രയും ഇല്ല കേട്ടോ. പണ്ട് എന്റെ ഫോട്ടോയില് വരച്ചു തന്നിട്ടുണ്ട്. ഞാനായിട്ടില്ല, പക്ഷെ ഞാൻ അത് സൂക്ഷിച്ച വേറൊരാളെയും പറയോ? അത് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ എഫേർട്ട്, എഫേർട്ട്. ഇതിലാണ് നമ്മള് വീണു പോയത്. ജോലിന്റെ